നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വചനം സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് വാക്കുകളെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശയങ്ങളെ തരണമേ. നീ തരുന്ന വചനം മാത്രം സംസാരിക്കുവാൻ അനുഗ്രഹിക്കണമേ. അത് അനേകരുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കണമേ. ശ്രോതാക്കൾക്കെല്ലാം അത് മാറ്റത്തിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനമനുസരിച്ച് ജീവിക്കുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ, കർത്താവ് മാത്രമാണ് ഏകരക്ഷകനെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രേരിതരാക്കണമേ. അനേകർ വചനം കേട്ട് കർത്താവിൻ്റെയിലേക്ക് തിരിയുവാൻ ഈ ധ്യാനപ്രസംഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഉള്ളിലായിരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളെ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത് കൊരിന്ത്യർ രണ്ടാം ലേഖനത്തിൽ 8-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് നമ്മൾ ആരംഭിച്ചത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. യേശുക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്തിൽ അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും അവന് താമസിക്കാൻ സ്ഥലമില്ലായ്മ, ഭവനം ഇല്ലായ്മ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. തുടർന്ന് ആ വചനം നമുക്ക് ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം. ഞാൻ ആ വാക്യമൊന്ന് വായിക്കാം. ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുന്നതിന് വേണ്ടി തന്നെ. അവൻ ദരിദ്രനായി എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അവനെ വസ്ത്രത്തെക്കുറിച്ചുള്ള അവൻ്റെ ആ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിച്ച് ആരംഭിക്കാം. വസ്ത്രത്തെ സംബന്ധിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത് നമുക്ക് അധികം വസ്ത്രം വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. ശിഷ്യന്മാരെ പ്രസംഗിക്കാനായിട്ട് അയക്കുമ്പോൾ, പ്രവർത്തനത്തിന് അയക്കുമ്പോൾ രോഗശാന്തി നൽകുക, പിശാചുകളെ പുറത്താക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, പശ്ചാത്താപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണല്ലോ അവരെ അയച്ചത്. അവരെ അയക്കുമ്പോൾ അവർക്ക് ചില നിർദ്ദേശങ്ങൾ കർത്താവ് കൊടുത്തയച്ചത്. ആ നിർദ്ദേശങ്ങളിൽ ഒന്നാണ്, നിങ്ങൾക്ക് 2 ഉടുപ്പുകൾ ഉണ്ടായിരിക്കരുത്. ഒന്ന് മതിയെന്നർത്ഥം. 2 ഉടുപ്പുകൾ ഉണ്ടായിരിക്കരുത്. ഇന്ന് ഓരോരുത്തരുടെ ഭവനങ്ങളിൽ അവരവരുടെ വസ്ത്രത്തിൻ്റെ എണ്ണം നോക്കിയാൽ 100 കണക്കിന് വാങ്ങിച്ചിട്ടിരിക്കുന്ന ടെക്സ്റ്റൈൽസ് നടത്താനുള്ള എല്ലാ എണ്ണം അവിടെ ഉണ്ട്. എന്നാൽ വസ്ത്രത്തിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കണ്ട, നമുക്ക് ധരിക്കാൻ ആവശ്യമുള്ളത് മതി. ഒന്ന് മതിയെന്നാണല്ലോ ശിഷ്യന്മാരോട് പറഞ്ഞത്. എന്തിനാണ് വസ്ത്രമെന്നുള്ളതുകൂടെ അറിഞ്ഞിരിക്കണം. എണ്ണത്തിൻ്റെ കൂട്ടത്തിലല്ല. എണ്ണം കൂട്ടുന്ന പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ, എനിക്ക് ഉണ്ടെന്ന് കാണിക്കാനാണ്. അതിനൊന്നുമല്ല. ആദവും നഗ്നരാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർ വസ്ത്രത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. നഗ്നത മറയ്ക്കാനുള്ള ഒരു കാര്യമാണ് ഈ വസ്ത്രം. പലരും വസ്ത്രത്തിൻ്റെ എണ്ണം കൂട്ടുമെങ്കിലും ഈ കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗപ്പെടേണ്ടത് എന്ന് മനസ്സിലാകാതാണ് ഇന്ന് വസ്ത്രധാരണ രീതി എന്ന് നമുക്കറിയാം. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് 2 ഉടുപ്പുകൾ ഉണ്ടായിരിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം ചിന്തിക്കാം. യേശു ക്രിസ്തുവിന് ധാരാളം വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1 എന്ന് പറയുന്നത് കൊണ്ട് യേശു ക്രിസ്തു ഒരു പക്ഷെങ്കിൽ അങ്ങനെ തന്നെ സംതൃപ്തനായി ഈ ലോകത്ത് ജീവിച്ച് കാണും. യേശുവിൻ്റെ അങ്കിയെക്കുറിച്ച് ഒരു കാര്യം നമുക്കറിയാം. ഒരങ്കിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് ധരിക്കണം. അത് മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൻ്റെ വസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ എടുക്കുകയാണ് പടയാളികൾ.
ഒരു പക്ഷേ അക്കാലത്തെ വസ്ത്രത്തിന് അത്ര വലിയ ആഗ്രഹം ഈ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേങ്കിൽ അത് എണ്ണം കുറവ്, ഈ കിട്ടാനുള്ള അവൈലബിലിറ്റി കുറവായിരുന്നായിരിക്കാം. ഈ യേശുവിൻ്റെ ശരീരത്തിലെ അങ്കി അവർ എടുത്തപ്പോൾ അത് കീറാൻ അവർക്ക് മനസ്സ് വന്നില്ല. മറ്റ് വസ്ത്രങ്ങളൊക്കെ അവർ 4 കീറി പടയാളികൾ എടുത്തതാണ്. പക്ഷേ ഇത് തുന്നലില്ലാതെ നെയ്തുണ്ടാക്കിയതായതുകൊണ്ട് അവർ പറഞ്ഞു, ഇത് ആർക്ക് വേണമെന്ന് നമുക്ക് കുറിയിട്ട് തീരുമാനിക്കാം. കുറിയിട്ട് തീരുമാനിക്കാൻ യഹൂദരുടെ ഇടയിലെ ഒരു രീതിയാണ്. ഈ തർക്ക വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് തീരുമാനമെടുക്കേണ്ടത്? കുറിയിടും. അങ്ങനെ കുറിയിട്ട് എടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. കുറിയിട്ട് അവരെടുത്തു. ഒരു പട്ടാളക്കാരന് കിട്ടി. അങ്ങനെ എടുത്തു. ഏതായാലും ഒന്നേ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ അങ്കി എന്ന് വിചാരിക്കാം. പ്രശ്നങ്ങൾ, തർക്കങ്ങളുണ്ടാകുമ്പോൾ തീരുമാനമെടുക്കാൻ യഹൂദന്മാർ ഉപയോഗിച്ച ഒരു കാര്യമാണ് ഈ കുറി ഇടുക എന്നുള്ളത്. ഒരു സമറിയക്കാരനെ, ജെറിക്കോയിൽ നിന്നിലേക്ക് പോകുന്ന ഒരു സമറിയക്കാരനെ അക്രമികൾ വന്ന് ആക്രമിച്ച് കൊള്ളയടിച്ചല്ലോ. ആ കൂട്ടത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ്റെ വസ്ത്രങ്ങളും അവരെടുത്തിരുന്നെന്നാണ്. അപ്പോൾ അങ്ങനെ വസ്ത്രങ്ങൾ പോലും കൊള്ളയടിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. യേശുവിന് ഏതായാലും വസ്ത്രങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്, ഓരോന്ന് അങ്കിയും മറ്റേതുമൊക്കെ എന്ന് നമുക്ക് ചിന്തിക്കാം. വസ്ത്രത്തോട് നമ്മൾ അത്ര അഭിനിറ്റി, താല്പര്യം കാണിക്കേണ്ട കാര്യം ഇല്ല. വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ ആകുലരാകുന്നത് എന്ത്? ഇങ്ങനെയാണല്ലോ കർത്താവ് ചോദിക്കുന്നത്. വസ്ത്രത്തെക്കാട്ട് ഉപരിയല്ലേ ശരീരം? ഇങ്ങനെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വസ്ത്രത്തെക്കുറിച്ച് യേശുവിന് അത്രയുമേ ഉള്ള ചിന്തയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ഈ വസ്ത്രത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അവരുടെ വസ്ത്രം കൊണ്ട് അലങ്കരിച്ച് ഞങ്ങൾ ഏറ്റവും വലിയ ആൾക്കാരാണെന്ന് കാണിക്കാൻ ഈ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് നോക്കുമ്പോൾ ഉൽപ്പത്തിയുടെ 3-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ഒരു കാര്യം കാണുന്നു. അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നഗ്നരാണെന്നുള്ള ആ കാര്യം അവർക്ക് മനസ്സിലായി. ആ നഗ്നതയുടെ ആ സ്വഭാവം അത് മനസ്സിലാക്കാനിടയാകുന്നത് പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ്. ആ ഒരു അവസ്ഥ, അങ്ങനെയുള്ള ഒരു ചിന്ത അവർക്ക് പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായി. മാലാഖമാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രകാശമായിരിക്കാം അണിഞ്ഞിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെയുള്ള നൂല് കൊണ്ടുള്ള, കോട്ടൺ നൂല് കൊണ്ടോ മറ്റോ ഉള്ള വസ്ത്രങ്ങളുടെ ആവശ്യം ഇല്ല. ആദവുമായി നഗ്നരാണെന്ന് അറിഞ്ഞപ്പോൾ അവർ വസ്ത്രം ധരിച്ച് അരക്കച്ചുണ്ടാക്കി. അത്തി ഇല കൊണ്ടാണ് ഉണ്ടാക്കിയത്. അവരുടെ ബുദ്ധി അനുസരിച്ച് അവർ ചെയ്തതാണ്. അന്ന് നൂലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ദൈവം അത് കണ്ടു. ദൈവത്തിന് മനുഷ്യനോട് എത്ര പാപം ചെയ്തവരാണെങ്കിലും അവരോടും എത്ര കരുണയുള്ളവനാ, എത്ര കൃപയുള്ളവനാ. നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി 3:21 നമ്മൾ വായിക്കുന്നത്, തോലുകൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി ദൈവം അവരെ അണിയിച്ചു. പർദീസായിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ പാപം ചെയ്ത ആദ്യത്തെ ഹവ്വായും കാണാം. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി. 21-ാം വാക്യത്തിൽ, ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി. അത്തി കൊണ്ടുണ്ടാക്കിയതിന് അരക്കച്ചയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അരക്കച്ചയാകുമ്പോൾ അരഭാഗം മറയ്ക്കാനുള്ള ഒരു ഭാഗമേ ആയുള്ളൂ. പക്ഷേ ഇത് ഉടയാടയാണ്, വസ്ത്രം ആയിട്ട് തന്നെ അത് തോല് കൊണ്ടുണ്ടാക്കി. എന്താണ് ഈ തോല്? ആ വാക്യത്തിൽ നിന്ന് അതിൻ്റെ ഒറിജിനൽ വാക്ക്, ഗ്രീക്ക് വാക്ക് ആടിൻ്റെ തോലെന്നാണ്. ആടിൻ്റെ തോല് എന്ന് പറയണമെങ്കിൽ ഒരാട് കൊല്ലപ്പെടണം.
അപ്പം ആദ്യം ഒരു ആട് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ ജനം അവരുടെ ആദ്യകാലം മുതൽ, ഇപ്പോൾ ബലിയർപ്പണം കുറവാണെങ്കിലും ആദ്യകാലം മുതൽ യേശുവിൻ്റെ കാലഘട്ടം വരെയും ആട്ടിൻ കൊറ്റനെ, മുട്ടാടിനെയൊക്കെ അവർ ബലിയർപ്പിച്ചിരുന്നു. പാപമോചനത്തിനുള്ള ബലി എന്നാണ് ആടിനെ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് അവർ മനസ്സിലാക്കിയിരുന്നത്. വർഷം തോറും അങ്ങനെ അവർ ചെയ്തിരുന്നു. അത് യേശുക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുന്നതിൻ്റെ സൂചനയാണ്, അതിൻ്റെ പ്രതീകമാണത്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അതാണല്ലോ യേശു. യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ 1:29 വാക്യം, 1-ാം അധ്യായം 29 വാക്യം. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശു ഇങ്ങനെ വരികയാണ്. യേശുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ തൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, അതാ നോക്ക്, കുറേ ഒരാൾ വരുന്നു. ആരാണത്? ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്കെല്ലാവർക്കും വേണ്ടി പാപപരിഹാരമായിട്ട് അറക്കപ്പെട്ട, ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടാണ് അവൻ. ലോകത്തിൻ്റെ പാപം എൻ്റെ മാത്രമല്ല, സകല മനുഷ്യരുടെയും പാപപരിഹാരാർത്ഥം എന്നേക്കുമായി ഏകബലിയായി അർപ്പിക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നമ്മൾ ഓർക്കണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നതിൻ്റെ അർത്ഥം അന്ന് മുതലേ, ആരംഭം മുതലേ അതിൻ്റെ അർത്ഥം കാൽവരിയിൽ അർപ്പിക്കപ്പെടുന്ന ഏകബലി, ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ബലി, അതിൻ്റെ പ്രതീകമാണ് കാണുന്നത്. അപ്പോൾ ആട്ടിൻ തോല് കൊണ്ട് അവരുടെ വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ശരിയായി ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, അവർ പാപം ചെയ്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഉള്ളൊരു ബലിയാണ് നടന്നത് എന്ന് വേണം വിചാരിക്കാൻ. അതിൻ്റെ വസ്ത്രമെടുത്ത് അവരെ ധരിപ്പിക്കുന്നു. ഇതാണ് വസ്ത്രം. ഈ വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. പാപപരിഹാരാർത്ഥം ബലിയർപ്പിക്കപ്പെട്ട യേശുവിനെ നോക്കി ജീവിക്കുമ്പോൾ ആ പരിശുദ്ധ വസ്ത്രം നമ്മൾ ധരിച്ചിരിക്കുന്നു എന്നർത്ഥം. യേശു ഒരു ഉപമ പറഞ്ഞില്ലേ, കല്യാണ വിരുന്നിന് വന്നവർ, ക്ഷണിക്കപ്പെട്ടവരാണ്, അവർ വന്ന് കയറി എല്ലാവരും ഇരുന്നു. രാജാവ് വന്ന് നോക്കി, എല്ലാവരും ഒന്ന് കാണാൻ. എല്ലാവരും കണ്ടു, എല്ലാവരും നല്ല വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നു. ഒരാൾ മാത്രം കല്യാണ വസ്ത്രം ധരിച്ചിരിക്കുന്നില്ല, പറഞ്ഞു വിടേണ്ടി വന്നു. കല്യാണ വസ്ത്രം ധരിക്കാതെ യേശുവിൻ്റെ രക്തത്താൽ പാപക്കറകൾ കഴുകി വൃത്തിയാക്കി വെണ്മയുള്ള വസ്ത്രം ധരിച്ച് കയറണമെന്നാണ് എൻ്റെ അർത്ഥം. അല്ലാത്തവർക്ക് അവിടെ കയറിയിരിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അങ്ങനൊരവസ്ഥ വന്നു. നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിക്കുന്നത്, ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൽ കൂടെ ആയിരുന്നു യേശു കയറിപ്പോയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വസ്ത്രത്തിൻ്റെ എണ്ണത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥ. ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പോൾ അവൻ നഗ്നനായി തൂങ്ങിക്കിടന്നു. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച്, എല്ലാം സൃഷ്ടിച്ച്, ആദത്തിനും ഹവ്വായിക്കും വസ്ത്രമുണ്ടാക്കി കൊടുത്തവൻ, സകലർക്കും വസ്ത്രം തരുന്നവൻ, അവൻ്റെ മരണസമയത്ത് കുരിശിൽ കിടക്കുന്നു, നഗ്നനായി കിടന്നു. അത് നമ്മൾ ഓർക്കണം. പ്രപഞ്ചം തന്നെ ദുഃഖിച്ചു. സൂര്യൻ ഇരുണ്ടു. 3 മണി മുതൽ 6 മണി വരെ ഇരുണ്ടു പ്രപഞ്ചം. തൻ്റെ സൃഷ്ടാവിൻ്റെ നഗ്നത കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് സൂര്യൻ സ്വയം ഇരുണ്ടു. ഇതാണ് നമ്മൾ കാണുന്നത്. അവരെ ജോസഫും നിക്കോദിമോസും കൂടെ എടുത്താണ് കല്ലറയിൽ സംസ്കരിക്കുന്നത്.
സ്വന്തം കല്ലറയില്ല, ജോസഫിൻ്റെ കല്ലറയാണ്. ജോസഫ് അവിടെ പണിത് തീർത്ത കല്ലറ. ആ കല്ലറയിൽ സംസ്കരിച്ചു. ഒരു തുണിയിൽ പൊതിഞ്ഞ് സൗദദ്രവ്യങ്ങളൊക്കെ ഇട്ട് യഹൂദന്മാരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് തന്നെ യേശുവിനെ അവരടക്കി. വേറൊരാളുടെ കല്ലറയിൽ വേറൊരാൾ വാങ്ങിച്ചുകൊണ്ട് വന്ന തുണി, സ്വന്തമായിട്ട് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയാണ് യേശു അടക്കിയത്. അവൻ ദരിദ്രനായി തീർന്നു. ആരെ പ്രതി? നമ്മളെ പ്രതി എന്ന് നമ്മൾ ഓർക്കണം. ഫിലിപ്പിയ ലേഖനത്തിൽ യേശുവിൻ്റെ ഈ മനുഷ്യാവതാരത്തെക്കുറിച്ചും പീഡകളെക്കുറിച്ചും 2-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ വളരെ ചുരുക്കമാണെങ്കിലും സംക്ഷിപ്തമായിട്ടാണെങ്കിലും കാര്യങ്ങളുടെ എല്ലാ ഉള്ളടക്കം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെ. ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകൃതിയിൽ മനുഷ്യനെ പോലെയായി, വേഷത്തിൽ മനുഷ്യനായി തിളങ്ങി എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, വേഷത്തിൽ മനുഷ്യനായി തിളങ്ങി. മനുഷ്യൻ്റെ വേഷം അവനുണ്ടായി. അവൻ ആരാണ്? ദൈവം തന്നെ മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നു. അതുകൊണ്ടാണ് യേശു തന്നെ പറഞ്ഞത്, നിങ്ങൾ കാണുന്നവ കണ്ണുകൾ ഭാഗ്യമുള്ളവ. പല രാജാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെയും ഇത് കാണുവാൻ ആഗ്രഹിച്ചു, അവർ കണ്ടില്ല. പാവപ്പെട്ടവരെന്ന് വിചാരിക്കുന്ന നിങ്ങൾ ശിഷ്യന്മാരും ഒക്കെ നിങ്ങളിത് കണ്ടു, എന്നെ കണ്ടു, ഭാഗ്യവാന്മാർ. ദൈവം മനുഷ്യനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതാ അതിൻ്റെ ആ ഭാഗ്യത്തിൻ്റെ അർത്ഥം. യേശു പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കാൻ ആണ് വന്നത്, ശുശ്രൂഷിക്കപ്പെടാനല്ല. അന്ത്യത്താഴ ദിനത്തിലെ താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകളാണ് കഴുകുന്നത്. പത്രോസ് ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും, എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മാതൃകയാണ്, ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകുന്നു. ഗുരുവും കർത്താവുമായി ഞാൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു, മാതൃകയാണ്, നിങ്ങളും അങ്ങനെ ചെയ്യണം എന്നാണ് യേശു പറഞ്ഞത്. ശുശ്രൂഷിക്കാനാണ്, ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നതെന്ന് യേശു പറഞ്ഞു. എന്നിട്ട് യേശു ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മളത് ഫോളോ ചെയ്യുന്നോ? നിങ്ങളും ഇതുപോലെ ചെയ്യണം. നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് ഈ കാൽകഴുകലിൻ്റെ കാര്യമാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം, കാൽകഴുകൽ ശുശ്രൂഷ തന്നെ നടത്തണം. ഏതാനും പേര് ആൾക്കാർ, അധികാരികൾ മാത്രം നടത്തേണ്ട ഒരു കർമ്മമായിട്ടല്ല അതിനെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ചെയ്യണം. സഹോദരങ്ങളുടെ കാലുകൾ കഴുകണം, അവരെ ശുശ്രൂഷിക്കണം. നമ്മൾ ശുശ്രൂഷിക്കപ്പെടുകയല്ല, ശുശ്രൂഷിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മനോഭാവം അതായിരിക്കണം. യേശു മരിച്ചപ്പോൾ തന്നെ ദേവാലയത്തിലെ ഒരു തിരശീലയുണ്ട്, മുകൾ മുതൽ അടിവരെ 2ആയി കീറി. മർക്കോസ് സുവിശേഷകൻ അത് എടുത്ത് എഴുതിയിട്ടുണ്ട്. 15-ാം അധ്യായം 38-ാം വാക്യം. ദേവാലയത്തിൻ്റെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ 2ആയി കീറി. ഒരു വസ്ത്രം അവിടെ ഉണ്ട്, ഒരു തിരശീല 2ആയിട്ട് കീറി. ഇതുവരെയുള്ള ആ പാരമ്പര്യങ്ങൾ, ആചാരമുറകളെ മാറ്റിയിട്ട് ഒരു പുതിയ ബലി അർപ്പിച്ച് രക്ഷയ്ക്കുള്ള ഒരു പുതിയ മാർഗം, ഒരു പുതിയ നിയമം യേശു കൊണ്ടുവന്നതാണ് ആ പഴയത് കീറിക്കളയാൻ ഇടയാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു നമുക്ക് വേണ്ടി സ്വയം ശൂന്യനായി
നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. വസ്ത്രത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. ഇനി ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗമെന്ന് പറയുന്നത്, അവൻ ദരിദ്രനായി എന്തിനു വേണ്ടിയാണ്? 9-ാം വാക്യം, അവൻ ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് തന്നെ. നമ്മളെ സമ്പന്നരാക്കാനാണ് യേശു ദരിദ്രനായി തീർന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു മരിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. നാം അവനെ വിശ്വസിച്ച് രക്ഷകനായിട്ട് ഏറ്റുപറയുമ്പോൾ നാം അവൻ്റെ മക്കളായി മാറുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ ആണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാത്രമല്ല, നമ്മൾ കൂട്ടവകാശികളുമായി മാറുകയാണ്. മക്കളാണെങ്കിൽ അവകാശികളാണല്ലോ. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പുത്രനോട്, യേശുക്രിസ്തുവിനോട് കൂട്ടായ്മയും കൂട്ടവകാശവും നമുക്ക് ലഭിക്കുന്നു. ദരിദ്രരായി പാവപ്പെട്ടവരായി ഇവിടെ കിടന്ന നമ്മളെ ഇപ്പോൾ ആരാക്കി ഉയർത്തിയിരിക്കുന്നു? ദൈവത്തിൻ്റെ മകളാക്കി ഉയർത്തിയിരിക്കുന്നു. കൂട്ടവകാശവും അവനോട് കൂടെ ഇരുന്ന് ഭക്ഷണത്തിൽ പങ്കുചേർക്കാം സ്വർഗരാജ്യത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. കൂട്ടവകാശം നമുക്കുണ്ട്, ഇവിടെ അവകാശത്തിൻ്റെ പങ്കുണ്ട്. അങ്ങനെ അവകാശികളാക്കി നമ്മളെ മാറ്റി. റോമാലേഖനം 8-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഞാനിന്ന് വായിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക, നീ ദൈവത്തിൻ്റെ മകനാണ്. ഓരോരുത്തരും അവരുടെ ഹൃദയം ഒന്ന് പരിശോധിച്ച് നോക്കണം. ദൈവത്തിൻ്റെ മകനാണ് ഞാൻ എന്ന് ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? വരണമല്ലോ. വരും. മകനാണെങ്കിൽ അങ്ങനെയുള്ള ഒരു തോന്നലല്ല, ഒരു യാഥാർത്ഥ്യം നമ്മൾ ഗ്രഹിക്കും. ആരാണത് പറഞ്ഞു തരുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളോട് പറയും, നീ ദൈവത്തിൻ്റെ മകനാണ്. അങ്ങനെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നില്ലെങ്കിൽ അവൻ ആത്മശോധന ചെയ്യണം. യേശുക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിച്ച് ഏറ്റു പറയണം, ദൈവത്തിൻ്റെ മകനായി മാറും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയും, നീ ദൈവത്തിൻ്റെ മകനാണ്. അപ്പോൾ ഈ അവകാശത്തെക്കുറിച്ചൊക്കെ നമുക്ക് ബോധ്യമുണ്ടാകും. അടുത്തതിൻ്റെ ബാക്കി വാക്യം, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. നമുക്ക് വലിയൊരു മഹത്വം കൂടെ കിട്ടും, അത് ഓർക്കണം. സ്വർഗരാജ്യം എന്ന് പറയുന്നത് തന്നെ വലിയൊരു മഹത്വത്തിൻ്റെ സ്ഥാനമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിലൊരു പങ്കുചേരൽ നമുക്കുണ്ടാകും. ഇപ്പോൾ നമ്മൾ പീഡ സഹിക്കുന്നു എന്നുള്ളത് അത് നമുക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയോടാണെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. പലരും വിചാരിക്കും, എന്തിനാ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? എന്നെക്കാട്ടിൽ മോശമായ രീതി ജീവിക്കുന്നവരൊക്കെ സുഖമായിട്ടൊക്കെ ജീവിക്കുന്നല്ലോ, ഭാരപ്പെടേണ്ട. ഇപ്പോഴത്തെ പീഡാനുഭവം ക്രിസ്തുവിനോട് ചേർന്നുള്ള നമ്മുടെ ഒരു അനുഭവമാണെങ്കിൽ ക്രിസ്തുവിനോട് കൂടി നമുക്ക് മഹത്വം ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി ആണല്ലോ ക്രിസ്തു ദരിദ്രനായത്. അപ്പോൾ നമ്മൾ എവിടെയായി? നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടവകാശികളായി മാറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണല്ലോ. നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ രക്ഷ പ്രാപിക്കണം. രക്ഷ പ്രാപിക്കുന്നവർക്കാണല്ലോ അത് കിട്ടുന്നത്. രക്ഷ പ്രാപിക്കുന്നതിന് നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടായത് വിശ്വാസമാണ്. കർത്താവായ യേശു എനിക്ക് വേണ്ടി മരിച്ചത് എൻ്റെ പാപപരിഹാരത്തിനായിരുന്നു, ഞാൻ അവനെ രക്ഷകനായി വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങനെ ചെയ്താൽ നമ്മൾ രക്ഷ പ്രാപിക്കും. അത് നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രവർത്തനങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. സ്നേഹത്തോടു കൂടിയ പ്രവർത്തനമായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ പരഗുണനന്മ കാക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം. എല്ലാവരെയും സ്നേഹിക്കുക, അതാണല്ലോ കർത്താവ് പറഞ്ഞത്. അങ്ങനെ സ്നേഹപ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാകണം. രക്ഷയുടെ അടിസ്ഥാനമല്ല,
പിന്നെയോ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പ്രവർത്തനത്തിൽ മാറ്റമുണ്ടാകും. നമ്മുടെ ഹൃദയം പറയും നാം മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷിക്കണം, സ്നേഹപ്രവൃത്തികൾ ചെയ്യണം, അവരെ സഹായിക്കണം, എല്ലാ കാര്യങ്ങളും നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, അറിയാമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രതിഫലം സ്വർഗ്ഗത്തിൽ കിട്ടും. അതാണ് പ്രതിഫലത്തിൻ്റെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്. അത് നോക്കി നമുക്ക് സമ്മാനങ്ങൾ തരും. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ പ്രവർത്തനം ചെയ്യുന്നത്. പ്രവർത്തിക്കുന്നതിനനുസരിച്ച് പ്രതിഫലം കൂടും. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് കൊടുത്താൽ ഇരട്ടിയുണ്ടല്ലോ. അങ്ങനെ പ്രതിഫലങ്ങളിൽ വ്യത്യാസമുണ്ട്. അത് പൗലോസിൻ്റെ 1 കൊരിന്ത്യർ 15:41 നക്ഷത്രങ്ങൾ തമ്മിൽ പ്രകാശത്തിൽ വ്യത്യാസമുള്ളതുപോലെ നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ തേജസ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിയാണ് കർത്താവ് ആ തേജസ് തരുന്നത്. പൗലോസ് പറഞ്ഞല്ലേ, ഞാനങ്ങ് വിളിക്കപ്പെടാൻ നേരമായി, സമയമായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നല്ല പോരാട്ടം നടത്തി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. 3 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലവണ്ണം പോരാടി, ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അത് പ്രാപിക്കാൻ ഞാൻ പോകാൻ നേരമായി. നീതിയുടെ കിരീടം, പ്രവൃത്തികൾക്കനുസരിച്ചുള്ള കിരീടധാരണങ്ങൾ ഉണ്ട്, വ്യത്യാസം ഉണ്ട്. പ്രവൃത്തി അനുസരിച്ചാണ്. സ്വർഗം കിട്ടുന്നതിന് അടിസ്ഥാനമായിട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുക. രണ്ടാമത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. അതുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ പ്രതിഫലങ്ങൾ വർദ്ധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. എല്ലാ കാര്യത്തിനും നന്ദിയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച്, നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളും ദൈവകൃപയാൽ അനുഗ്രഹപ്രദമായി തന്നതല്ലേ. എന്തെല്ലാം പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഓരോരുത്തരും അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും. എപ്പോഴും അങ്ങ് വിഷമങ്ങളാണ്, എന്തെല്ലാം തരത്തിലുള്ളത്. പക്ഷേ ദൈവം നടത്തി. ഓരോരുത്തരവരുടെ പ്രായം ഒന്ന് ചിന്തിച്ച്, ഇത്രയും നാളും നടത്തിയല്ലോ. ദൈവത്തിന് നന്ദി പറയണം. അത് ഈ ലോകത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വരാനിരിക്കുന്ന ലോകത്തിൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. നന്ദി പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ഹെബ്രായ ലേഖനം 12:28 പൗലോസിൻ്റെ ലേഖനമായിട്ടാണ് ഹെബ്രായ ലേഖനം കണക്കാക്കുന്ന. പൗലോസ് പറയുകയാണ്, സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. സുസ്ഥിരമായൊരു രാജ്യം നമുക്ക് ലഭിക്കുന്നു, നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോട് സമർപ്പിക്കാം. ദൈവത്തെ നമ്മൾ ആരാധിക്കണം. നമുക്ക് ഈ സുസ്ഥിരമായൊരു രാജ്യം ലഭിച്ചല്ലോ, ഭയഭക്തിയോടുകൂടി നമുക്ക് ആരാധന നടത്താം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഏത് രീതിയിലാണ് നമ്മൾ നന്ദി പറയേണ്ടത്? അത് നമ്മുടെ അധരങ്ങൾ കൊണ്ട് സ്തോത്രം ചെയ്യുക. അതിനെയാണ് ഈ ബലി എന്നൊക്കെ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ബലി ഏകബലി, ആ ബലിയെക്കുറിച്ചല്ല, അത് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ബലി എന്ന് പറയുന്നത് നമ്മൾ സ്തോത്രം ചെയ്യുന്നതാണ്, വാക്കുകൾ കൊണ്ട്, നാവ് കൊണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ച് ബലി. അത് ദൈവത്തിന് അർപ്പിക്കണം എന്നർത്ഥം. എന്നിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്തിൽ വിവിധ തരത്തിലുള്ള പ്രബോധനങ്ങൾ വരും. പ്രബോധനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ വരുമ്പോൾ നമ്മളൊരു ശോധന ചെയ്യണം ആ പ്രബോധനങ്ങൾ. ഹെബ്രായ ലേഖനം 13:8 പറയുന്നു, വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഒത്തിരി പ്രബോധനങ്ങൾ വരും. വിവിധങ്ങളും വിചിത്രങ്ങളായ പ്രബോധനങ്ങളുണ്ട്, ധാരാളമുണ്ട്, കേൾക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ നമ്മൾ അത് അംഗീകരിക്കേണ്ട. ബൈബിൾ എടുത്ത് ശോധന ചെയ്ത് നോക്കണം. ഈ പറയുന്ന പ്രബോധനം ബൈബിളനുസരിച്ചാണോ? ബൈബിളിനനുസരിച്ചല്ലാത്ത പുതിയ വിചിത്രങ്ങളായ വിവിധ തരത്തിലുള്ള പ്രബോധനങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. ഹെബ്രായ ലേഖനത്തിൽ പൗലോസ് നമ്മളോട് പറയുകയാണ്, ബലി എങ്ങനെയാണ് അർപ്പിക്കേണ്ടത്?
ഹെബ്രായ ലേഖനത്തിൽ തന്നെ 13-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. ബലിയാണത്. ഏതാണ് ബലി? ആടിനെ കൊല്ലുന്നതും ഒന്നുമല്ല, ദൈവത്തിന് സ്തുതിയുടെ ബലി, അതാണ് അർപ്പിക്കേണ്ടത്. അതെന്നോടെ വ്യക്തമാക്കി പൗലോസ് എഴുതിയിട്ടുണ്ട്. അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ബലി, നമ്മുടെ വായ കൊണ്ടാണ് പറയേണ്ടത്. അതാണ് ബലി. ആ സ്തുതി അർപ്പിക്കണം. പിന്നീട് നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. നന്മ ചെയ്യണം, നമുക്കുള്ളവ പങ്കുവെക്കണം. അതിൽ നമ്മുടെ മടി കാണിക്കേണ്ട കാര്യമില്ല. അതെല്ലാം ബലികളാണ്. അതാണ് ബലി. ബലി 3 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സ്തുതിയാകുന്ന ബലി, നമുക്കുള്ളവ പങ്കുവെക്കണം, നന്മ ചെയ്യണം. 3 തരം ബലികളെക്കുറിച്ചാണ് പറയുന്നത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. ദൈവത്തിൻ്റെ സംപ്രീതി ലഭിക്കും, നമുക്ക് കൃപ ലഭിക്കും, ദൈവം നമ്മളിൽ സംപ്രീതരാകും. ഇതാണ് ദൈവത്തിന് അർപ്പിക്കേണ്ട ബലി. സ്തുതികളുടെ ബലി അധരങ്ങൾക്കുണ്ട്. എന്നിട്ട് നമ്മൾ നന്മ പ്രവൃത്തികൾ ചെയ്യണം, നമുക്കുള്ളവ പങ്കുവെക്കണം. ഇതാണ് ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. അത് നമ്മൾ അർപ്പിക്കണം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ ഈ ദാരിദ്ര്യ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ അടിസ്ഥാനപരമായി ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭവനത്തിൻ്റെ കാര്യം, ഭക്ഷണത്തിൻ്റെ കാര്യം, വസ്ത്രത്തിൻ്റെ കാര്യം, ഈ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ. അതിനെക്കുറിച്ചുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിച്ചത് വസ്ത്രത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ 3 തലത്തിൽ നമ്മൾ ചിന്തിച്ചു. ഇനി ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഇതിനൊരു ആത്മീയ തലത്തിലുള്ള ചില ആശയങ്ങളിവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-6 വാക്യങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ഈ ദാരിദ്ര്യമെന്ന് പറയുന്നത് ലോകത്തിൻ്റെതായ ദാരിദ്ര്യത്തെക്കുറിച്ച് മാത്രമല്ല, ആത്മാവിൽ ഒരു ദാരിദ്ര്യം വേണം. നീതിയെക്കുറിച്ച് വിശക്കുകയും ദാഹിക്കുകയും വേണം. നീതിയെക്കുറിച്ച് വിശക്കുകയും ദാഹിക്കുകയും ചെയ്താൽ നമ്മൾ സംതൃപ്തരാകും. നമുക്ക് ആത്മാവിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവർ വീഞ്ഞ് കലർത്തിയ ഇച്ചിരി കയ്പ്പ് കലർത്തിയ അല്പം വീഞ്ഞ് കുടിക്കാനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. യേശു അത് രുചിച്ച് നോക്കി കുടിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് ആ ശരീരത്തിൻ്റെ ഒരു ദാഹം ഇല്ലെന്നല്ല, അതുണ്ടായിരുന്നു. അതുകൂടാതെ ആത്മാക്കളെക്കുറിച്ചുള്ള ദാഹം യേശുവിനുണ്ടായി നമുക്കുണ്ടാകണമെന്ന് അർത്ഥം. ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു ദാഹം നമുക്കുണ്ടാകണം. 99 നീതിമാന്മാരെക്കാട്ടിൽ അധികമായി അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗരാജ്യത്തിൽ സന്തോഷമുണ്ടാകുമെന്നും ദൂതന്മാർ സന്തോഷിക്കുമെന്നും 99 വഴിതെറ്റിപ്പോകാത്ത ആടിനെ അവിടെ നിർത്തിക്കൊണ്ട് വഴിതെറ്റിപ്പോയ ഒന്നിനെ തേടിപ്പോകുന്ന ഇടയൻ്റെ ഉപമ യേശു പറഞ്ഞതൊക്കെ ഈ ആശയങ്ങൾ വെച്ചാണ്. നമ്മൾ രക്ഷപ്പെടുത്തണം മറ്റുള്ളവരെ. അവരെക്കുറിച്ചുള്ളൊരു ദാഹം നമുക്കുണ്ടായിരിക്കണം. സമരക്കാർ സ്ത്രീയുടെ അടുത്തും ഒക്കെ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. എനിക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാ. യേശുവിന് ദാഹമുണ്ട്, അതൊരു കാര്യം. എനിക്ക് കുടിക്കാൻ വെള്ളം തരിക, ആത്മാവിനെക്കുറിച്ച് ഞാൻ ദാഹിക്കുന്നു. യേശു അന്ന് തന്നെ ധാരാളം സമരക്കാരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കി. ആ സമരക്കാർ സ്ത്രീയും ഒത്തിരി ആൾക്കാരും. അപ്പോൾ ദാഹമെന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് എന്ന് നമ്മൾ ഓർക്കണം. നീതിയെക്കുറിച്ച് നമ്മൾ ദാഹിക്കണം. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നീതി നടപ്പിലാക്കണമെന്നാണ്. നമ്മൾ നടപ്പാക്കണം, രാജ്യത്ത് നീതി നടപ്പിലാക്കപ്പെടണം. എന്തെല്ലാം ദുഷ്ടതകളും തെറ്റുകളുമായി നമ്മുടെ രാജ്യത്ത് പോലും നടക്കുന്നത്, കേരളത്തിൽ പോലും, അവിടെയൊക്കെ നീതി നടപ്പാക്കാനുള്ള
ആഗ്രഹം നമ്മളിൽ ഉണ്ടാകണം. അതാണ് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നീതിക്ക് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുക. അത് ജഡ്ജിമാരല്ലേ ചെയ്യുന്നത്, കോടതിയല്ലയോ, പോലീസുകാരല്ലയോ, ആഭ്യന്തര വകുപ്പുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ സംഭവിക്കണം. നമ്മുടെ ആഗ്രഹം നീതി നടപ്പാക്കണം, ചുമതലപ്പെട്ടവർ അങ്ങനെ ചെയ്യണം. ഇതാണ് നമ്മൾ വാദിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ദാഹിക്കണം. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. അപ്പോൾ ഇതിൻ്റെ ഒരു ആത്മീയ വശത്തെക്കുറിച്ചുകൂടാണ് ഞാൻ പറഞ്ഞത്. വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത്. യേശു നമുക്ക് അങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് അറിയാം. യേശു ഈ ധനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ധനവാന്മാർക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെന്ന് വ്യക്തമായിട്ട് യേശു പറഞ്ഞതാണ്. നമ്മൾ ഒത്തിരി അയവൊക്കെ കൊടുത്ത് അതിനെ വിശദീകരിക്കും. അങ്ങനെയല്ല യേശു പറഞ്ഞത്. ഒട്ടകം സൂചിക്കുഴയിലേക്കൂടെ കടക്കുന്നതിനെക്കാട്ടിൽ പ്രയാസമാണ് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. വ്യാഖ്യാനിച്ച് നമ്മൾ വേറെ അർത്ഥങ്ങളൊക്കെ വരുത്തുക. അങ്ങനെയൊന്നുമല്ല. ഒട്ടകമെന്ന് പറഞ്ഞാൽ ഒട്ടകമെന്ന് തന്നെയാണ്. സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്ക്കുന്ന സൂചിയുടെ കുഴയുമാണ്. അതിന് വേറെ അർത്ഥങ്ങളൊക്കെ ചില കൽപ്പിക്കും. ഒട്ടകം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണെന്നും സൂചിക്കുഴ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഗേറ്റിൻ്റെ പേരായിരുന്നു ഒക്കെ പറയും. അതല്ല, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് അതിന് ശരിയായ അർത്ഥം സാധാരണ സൂചിക്കകത്തൂടെ ഒട്ടകം കിടക്കുന്ന കാര്യമാണ് യേശു പറഞ്ഞത്. അല്ല, കയറെന്നല്ല. ഒട്ടകം എന്നുള്ളതിനെ കയറെന്നുള്ള അർത്ഥത്തിൽ ഉള്ള വാക്കുണ്ട്, അതിനോട് ചേർന്നിരിക്കുന്നു എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും അല്ല. ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കടക്കുന്നതിനെക്കാട്ടി പ്രയാസമാണ് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. യേശു വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കാൻ സാധ്യമല്ല. മാമോന എന്ന് പറഞ്ഞാൽ ഈ പണത്തെക്കുറിച്ചാണ്. അത് പണമെന്നുള്ള അർത്ഥം തന്നെ കാലക്രമേണ വന്ന യേശുവിൻ്റെ കാലത്ത് അതിന് പണമെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം വന്നത്. ഒരു ദേവൻ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ധനപരമായ സാമ്പത്തികമായ ഒരു ദേവൻ എന്നൊക്കെയായിരുന്നു അതിൻ്റെ ആദ്യത്തെ അർത്ഥങ്ങൾ. പിന്നെ അത് പണമെന്നുള്ള അർത്ഥം തന്നെയാണ്. ദൈവത്തെ സേവിക്കുകയും ഈ മാമോനെ സേവിക്കുകയും ചെയ്യുക രണ്ടും കൂടെ ഒക്കത്തില്ല. അത് കർത്താവ് പഠിപ്പിച്ചതാണ്. ലാസറിൻ്റെ ഒരു ഉപമ, ധനവാനും ലാസറും, നമ്മൾ ധാരാളം വായിച്ച് കേട്ട് പഠിച്ചിട്ടുള്ള ഒരു യേശുവിൻ്റെ ഒരു ഉപമയാണ്. യേശു ഒരു കഥ പറഞ്ഞതാണ്. അത് നമുക്കറിയാമല്ലോ. ധനവാന് നല്ല ചുമന്ന പട്ട്, സുഭിക്ഷമായ ഭക്ഷണം ഇങ്ങനെ കിടന്നുണ്ടാൽ മതി. എല്ലാം കഴിച്ചിട്ട് കയ്യിൽ വരുന്ന ചാറ് ഒക്കെ ആ ബ്രെഡേലോട്ടും തൂത്തേച്ച് അങ്ങനെ തുടച്ചെടുത്താൽ മതി. എടുത്തിട്ട് ഇങ്ങനെ മേശയുടെ പുറത്തോടെ അങ്ങോട്ട് വലിച്ചെറിയും. നായ്ക്കൾ വന്ന് തിന്നും. നായ്ക്കൾ തിന്നില്ലെങ്കിൽ അതെന്നെ പെട്ടെന്ന് എടുത്ത് തിന്നാമെന്ന് വിചാരിച്ചാൽ ഈ ലാസർ എന്ന് പറയുന്ന ദരിദ്രന് പടിവാതിക്കലപ്പുറത്ത് കിടന്ന് എറിയുന്ന കഷ്ണം കിട്ടിയാൽ അയക തിന്നാമല്ലോ, പട്ടിയെടുത്ത് തിന്നില്ലെങ്കിൽ. ഇനിയും ദരിദ്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അയാളുടെ ദേഹത്തെല്ലാം വ്രണമായിരുന്നു, പഴുത്ത് പുഴുവായിട്ട് ഇങ്ങനെ കിടന്ന്. പട്ടി ഒരു കാര്യം ചെയ്യും. പട്ടിയാണ് ശുശ്രൂഷിക്കുന്നത് ലാസറിനെ. വല്ലപ്പോഴും വന്ന് ആ വ്രണങ്ങളൊക്കെ നക്കി തുടയ്ക്കും. പട്ടിയുടെ ജോലി ആ വ്രണങ്ങളൊക്കെ നക്കി തുടയ്ക്കും. ഭക്ഷണം കിട്ടുമോ? ചിലപ്പം കിട്ടുമായിരിക്കും. പട്ടി കരിഞ്ഞെങ്കിൽ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ കിട്ടും. വസ്ത്രം തന്നെ അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. രണ്ടുപേരും മരിച്ചതിന് ശേഷം സംഭവിച്ച കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ലാസർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി, സുഖമായ ഒരു സ്ഥാനം. ധനവാൻ പീഡകളുടെ സ്ഥലത്തേക്കും കൊണ്ടുപോയി. ഈ ധനവാൻ അങ്ങ് പ്രാർത്ഥിക്കുക അബ്രാഹം പിതാവിനോട്, ലാസറിനെയും കൊണ്ടയക്കണമേ, ദാഹത്തിന് തീർക്കാൻ ഇച്ചിരി വെള്ളം അവൻ്റെ വിരളയും മുക്കി എനിക്ക് തരട്ടെ എന്ന്. അബ്രാഹം പിതാവ് പറഞ്ഞു, ഒക്കത്തില്ല, അങ്ങനെ സംഭവിക്കുന്നൊരിടമല്ല ഇത്. നമുക്ക് തമ്മിലൊരു ഗർത്തമുണ്ട്. മരിച്ചാൽ പിന്നെ ഇതൊന്നും ഒക്കത്തില്ല. പിന്നീട് മരിച്ചതിന് ശേഷം ഏതാണ്ട് ക്രിയ ചെയ്ത് സ്വർഗത്തിലോട്ടോ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിക്കുന്നത് ശരിയല്ല എന്ന് അബ്രാഹാം പിതാവ് പറഞ്ഞത്. അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇന്ന് രാത്രിയിൽ നിൻ്റെ ജീവനെ നിന്നിൽ നിന്ന് ചോദിച്ചാൽ പകരം നീ എന്ത് കൊടുക്കും? ഇങ്ങനെയാണല്ലോ യേശു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ പരീക്ഷയുടെ അവസാന ഖണ്ഡൻ. ബെല്ലടിച്ചു, തീർന്നു. ഇനിയും ബാക്കി ആ ചെയ്തതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ അനുസരിച്ച് ഉള്ളതാണല്ലോ. അപ്പോൾ ഇനിയും കാര്യമില്ല, ഇനിയും നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ടതൊക്കെ അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടതൊക്കെ നേരത്തെ ചെയ്യണമായിരുന്നു. ഇതാ പറഞ്ഞത് അബ്രാഹാം പിതാവ്. നമ്മൾ തമ്മിൽ ഗർത്തമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വരാനൊക്കത്തില്ല. നിനക്ക് അനുഭവിക്കേണ്ടത് നീ അനുഭവിച്ചോണം. അബ്രാഹാം പിതാവ് പറഞ്ഞൊരു വാചകം ഇതാണ്, നീ സുഖം അനുഭവിച്ചു, ഇപ്പോൾ നീ കഷ്ടത സഹിക്കുന്നു.
ഈ ലാസർ കഷ്ടതകൾ സഹിച്ചു. ഇപ്പോൾ അവന് സൗഭാഗ്യം അനുഭവിക്കുന്നു. ഇങ്ങനെയാണ് യേശു ആ കഥ പറഞ്ഞ് ഇരിക്കുന്നത്. ലാസറിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമുക്ക് വ്യക്തമായ ഒരു കഥയാണ് യേശു പറഞ്ഞു തന്നിരിക്കുന്നത്. വെറും കഥയല്ല, നമ്മളോടുള്ള വലിയ ടീച്ചിങ്ങാണ് യേശു പഠിപ്പിച്ചിരിക്കുകയാണ്. സ്വർഗമേത, നരകമേത, നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്, വിശ്വാസത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം വ്യക്തമാക്കുന്ന ഒരു വലിയ കഥയാണ്. വെറും കഥയല്ല, ടീച്ചിങ്, അതാണ് പഠിപ്പിക്കൽ. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനിയും കർത്താവ് പഠിപ്പിച്ചതിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ദൈവപരിപാലനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ചില ഓർമ്മശക്തികളുണ്ടായിരിക്കണം. നമ്മൾ പഴയ നിയമം മുതൽ ഇങ്ങോട്ട് ചിന്തിച്ചാൽ, പിന്നെ നോഹയുടെ കാലത്ത് പെട്ടകം ഉണ്ടാക്കുന്നു. ഇസ്രായേൽക്കാർക്ക് 40 വർഷം ഈ കനാൻ നാട്ടിലേക്ക് പോകാൻ വഴി നടത്തുന്നത്. ഈജിപ്തിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്ത് കനാൻ നാട്ടിലേക്കുള്ള പ്രവേശനത്തിൽ മരുഭൂമിയിൽ കൂടെ പോകുമ്പോൾ അവർക്ക് ഭക്ഷണമില്ല. മന്നയും കാടപ്പക്ഷിയും 40 വർഷം സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊടുത്ത കാര്യം, പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത കാര്യം, ചെങ്കടലിനെ പിളർന്ന് ഉണങ്ങിയ റോഡിൽ നിന്ന് പോലെ അവരെ നടത്തിയ കാര്യം, ഇതെല്ലാം നമ്മൾ ഓർക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഈ അനുഭവങ്ങളുടെ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ ചെങ്കടലിൻ്റെ തീർത്ത് നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്കും ജീവിതത്തിൽ ഉണ്ടായിക്കാണും. ആ ചെങ്കടലല്ലെന്നേ ഉള്ളൂ. അപ്പോൾ വഴി തുറന്ന് മുന്നോട്ട് നടത്തിയ ഒരു ദൈവത്തെ നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് അപ്പം തന്ന് തൃപ്തിപ്പെടുത്തിയിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ അക്കരെ കൊണ്ടുവന്നു. ആ കർത്താവ് ആണ് ഈ ദാനിയേലിൻ്റെ കൂട്ടുകാരെ 3 സ്നേഹിതരെ ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും അവൻ ഇന്നും നമ്മളെ അതുപോലെ നടത്തുന്നുവെന്നും നമുക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചുരുക്കമായിട്ടങ്ങ് പറയുകയാണ്, സമയം പോകുന്നത് കൊണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ ഒരു 10 ഞാൻ വിചാരിക്കുന്നത്. ഈ ബോധ്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊന്ന് നമ്പരിട്ട് പറയാം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ സമ്പന്നരാകേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം. നാം ദൈവത്തിൻ്റെ സന്നിധിയിലാണ് സമ്പന്നരാകേണ്ടത്. 2, എന്ത് ഭക്ഷിക്കും, എന്ത് ധരിക്കുമെന്ന് ആകുലരാകേണ്ട. 3, ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം നീട്ടാൻ നമ്മളെയും കൊണ്ട് കഴിയത്തില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. 4, നമ്മളെയും വയലിലെ പുല്ലിനെയും അലങ്കരിക്കുന്നത് ഈ ദൈവം തന്നെയാണ്. 5, നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവീൻ, അതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. 6, നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവീൻ. 7, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവീൻ. 8, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയവും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 9, നിങ്ങൾ ഒരുങ്ങിയിരിക്കുവീൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. 10ാമത്തെ കാര്യം, നിൻ്റെ ശത്രുവിനോട് വഴിയിൽ വെച്ച് തന്നെ രമ്യത പെട്ടുകൊള്ളുക. നമ്മൾ 9ാമത്തെ ആ വാക്യമാണ് ഇന്ന് പഠിച്ചത്, ധ്യാനിച്ചത്. സമയം നീളുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. നമ്മൾ പഠിച്ചത് യേശുവിൻ്റെ ദാരിദ്ര്യ അനുഭവത്തെക്കുറിച്ച്. അവൻ നമ്മെ പ്രതി ദരിദ്രനായി. അതിൻ്റെ വസ്ത്രം എന്നുള്ള ആ ഒരു ഭാഗത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിച്ചത്. അതിൻ്റെ 2ാം ഭാഗം നമ്മൾ ചിന്തിച്ചത്, എന്തിനാണ് അവൻ ദരിദ്രനായത്? നമ്മെ സമ്പന്നരാക്കാൻ. നാം ദൈവത്തിൻ്റെ പുത്രന്മാരായി നമ്മളെ അവൻ്റെ കൂട്ടവകാശികളാക്കി തീർത്തു എന്ന്. പിന്നീട് നമ്മൾ പറഞ്ഞു വെച്ച ഒരു 10 പോയിൻ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ക്യാപ്സ്യൂൾസായിട്ട് നിങ്ങൾ സ്വീകരിച്ച് അത് ഓർത്തിരിക്കണം. നമുക്ക് ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് നല്ലൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം.
നമ്മളെ നടത്തും. ചെങ്കടലാണേലും നടത്തും, ചെങ്കടൽ കൂടി നടത്തും. അന്നന്ന് വേണ്ട ആഹാരം നമുക്ക് ലഭിക്കും. അത് നമ്മളെ നടത്തിയിട്ടുണ്ട്. അനുഭവത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന് ബലിയർപ്പിക്കാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മൾ ആടിനെ കൊന്നല്ല ബലിയർപ്പിക്കുന്നത്, പിന്നെയോ നമ്മുടെ അധരങ്ങൾ കൊണ്ട് സ്തുതിയാകുന്ന ബലി അർപ്പിക്കണം. നമുക്ക് നന്മ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ചെയ്യണം. നമുക്കുള്ളത് പങ്കുവെക്കുന്ന കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട, പങ്കുവെക്കണം. അതൊക്കെയാണ് ദൈവത്തിന് പ്രീതികരമായ ബലി. ഇതെല്ലാം ഓർത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് നവീകരിക്കാം. അടുത്തത് 78ാമത്തെ എപ്പിസോഡിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് അടുത്ത വാചകം മുതൽ 8ാം അധ്യായം 10ാം വാക്യം മുതൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ധ്യാനിക്കാം. അതുവരെയും അതുമല്ല എന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.